കിഫ്ബി മസാല ബോണ്ട് ഇടപാടിൽ ഫെമ ചട്ടലംഘനം ചൂണ്ടിക്കാട്ടി മുഖ്യമന്ത്രി പിണറായി വിജയന് ഇഡിയുടെ നോട്ടീസ്. നേരിട്ടോ അല്ലാതെയോ നോട്ടീസിന് മറുപടി നൽകണമെന്നാണ് ആവശ്യം. മുൻ ധനമന്ത്രി ഡോക്ടർ ടി.എം. തോമസ് ഐസക്കിനും കിഫ്ബി ഉദ്യോഗസ്ഥർക്കും ഇഡി നോട്ടീസ് നൽകി. ഇഡിയുടേത് BJPക്കുള്ള പാദസേവയെന്ന് തോമസ് ഐസക് പ്രതികരിച്ചു. കാരണം കിഫ്ബി എന്ന് പറഞ്ഞാല് 10,000 കോടി രൂപയുടെ ഇടപാട് നടത്തുന്ന സ്ഥാപനമല്ലേ. ഇഡിയുടെ രാഷ്ട്രീയ ജനമാനന്മാർക്ക്, കേന്ദ്രത്തിലെ BJP അധികാരികൾക്ക് അവരുടെ ശീലം ഇങ്ങനെയായിരിക്കാം. ഇത്രയൊക്കെ പണമിടപാട് നടത്തുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമെന്ന്, ഇങ്ങനെ അന്വേഷണം നടത്തിയാൽ എന്തെങ്കിലും കാലുമ തടയുന്നതായിരിക്കും അവർ ചിന്തിക്കുന്നത്. അതുകൊണ്ടായിരിക്കും ഒരു അർത്ഥമില്ലാത്ത ഈ നോട്ടീസുകൾ, ഒരാവശ്യമില്ലാത്ത വിവരങ്ങൾ ചോദിച്ച് അയച്ചുകൊണ്ടിരിക്കുന്നത്. അതാ പറയുന്നത് രാഷ്ട്രീയ കളിയാണ്, വേറൊന്നുമില്ല. തെരഞ്ഞെടുപ്പായി അപ്പോൾ ഒരു പുക പടലം സൃഷ്ടിക്കണം. പ്രഥമ ദൃഷ്ടിയ തന്നെ തള്ളിക്കളയാവുന്ന ഒരു കാര്യവും വെച്ച് ഷോക്കോസ് കൊടുത്തിരിക്കുക മുഖ്യമന്ത്രിക്കെതിരായിട്ട്. സെൻസേഷണൽ വാർത്തയാണല്ലോ. ഈ രാഷ്ട്രീയ കളിയാ ഇഡി നടത്തിക്കൊണ്ടിരിക്കുന്നത്. BJPക്കുള്ള പാദസേവയം. ലാവ്ലിൻ കമ്പനിക്ക് നൽകിയ പ്രത്യുപകാരമാണ് മസാല ബോണ്ടെന്നാണ് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയുടെ ആരോപണം. മുഖ്യമന്ത്രി ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ പോയി ലിസ്റ്റ് ചെയ്ത് അവിടെ മണിയടിക്കുന്നതിന് മുമ്പ് ഈ കച്ചവടം കേരളത്തിലും കാനഡയിലും നടന്നിരുന്നു. SNC ലാവലിൻ കേസുമായി ബന്ധമാണ് ഈ ഇടപാടുകൾ. ഇഡിയുടെ നോട്ടീസിൽ ഞങ്ങൾ വലിയ കാര്യമായി കാണുന്നില്ല. നരേന്ദ്രമോദിയും പിണറായി വിജയനും തമ്മിലുള്ള ഭായി ബന്ധം ഇഡി നോട്ടീസുകളെയൊക്കെ കാറ്റിൽ പറത്തി എന്നതാണ് സത്യം. കൊച്ചിയിൽ നിന്നും ഇഡി അയച്ച നോട്ടീസിന്റെ വിവരങ്ങളുമായി വിഷ്ണു സുരേഷ് ചേരുകയാണ്. വിഷ്ണു സുരേഷ്, മുഖ്യമന്ത്രി അന്ന് ധനമന്ത്രിയായിരുന്ന ഡോക്ടർ ടി.എം. തോമസ് ഐസക്, കിഫ്ബിയുടെ ചെയർമാൻ KM എബ്രഹാം എന്നിവർക്കൊക്കെ നോട്ടീസ് അയച്ചിട്ടുള്ളതായാണ് വിവരം. എന്തൊക്കെയാണ് ഇതിൽ കൂടുതൽ വിശദാംശങ്ങൾ? ദിലീപ്, 2019 മസാല ബോണ്ട് വഴി ഏകദേശം 2,672 കോടി രൂപ മസാല ബോണ്ട് വഴി സംസ്ഥാന സർക്കാർ കൈപ്പറ്റുന്നത്. അന്ന് അതിന് പലിശ നിരക്ക് 9% അതോടൊപ്പം തന്നെ അതുമായി ബന്ധപ്പെട്ട് വന്ന ഒരു പ്രധാനപ്പെട്ട ആരോപണം ലാവലിൻ കമ്പനി ഈ ബോണ്ട് വാങ്ങിയതിൽ വലിയ ദുരൂഹതയുണ്ട് എന്ന് ചൂണ്ടിക്കാണിച്ചിരുന്നു. ഒപ്പം ഈ സാധാരണഗതിയിൽ സംസ്ഥാന സർക്കാരിന് ഏതെങ്കിലും തരത്തിൽ വിദേശത്ത് നിന്ന് പണം വാങ്ങണമെങ്കിൽ അതിന് കേന്ദ്ര സർക്കാരിൻ്റെ അനുമതി വേണം. ആ അനുമതി വാങ്ങാത്തത് വീഴ്ചയെന്ന് C&AG റിപ്പോർട്ടും ഉണ്ടായിരുന്നു. ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഇഡി ഇതിലൊരു പ്രാഥമിക അന്വേഷണം നടക്കുന്നത്. പിന്നീട് ഇതുമായി ബന്ധപ്പെട്ട് തോമസ് ഐസക്കിന് നോട്ടീസ് അയച്ചു. അതോടൊപ്പം KM എബ്രഹാമിനും കിഫ്ബി ഉദ്യോഗസ്ഥർക്കും നോട്ടീസ് അയച്ചിരുന്നു. KM എബ്രഹാമും ഈ കിഫ്ബി ഉദ്യോഗസ്ഥരും ഇഡി ഓഫീസിൽ നേരിട്ടെത്തി ഇതുമായി ബന്ധപ്പെട്ട രേഖകൾ കൈമാറി. 7 തവണ നോട്ടീസ് അയച്ചിട്ടും തോമസ് ഐസക്ക് ഹാജരായതുമില്ല. അദ്ദേഹം കോടതിയിലേക്ക് പോവുകയാണ് ചെയ്തത്. അദ്ദേഹം ഹാജരാകാത്ത പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇതിന്റെ അന്വേഷണം കഴിഞ്ഞ വർഷം അവസാനിപ്പിച്ച 1 വർഷം മുമ്പ് ഇതുമായി ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ട് നിലവിൽ അഡ്ജുഡിയേറ്റിംഗ് കമ്മിറ്റിക്ക് ഇഡി നൽകിയത്. ആ കമ്മിറ്റിയാണ് ഇപ്പോൾ മുഖ്യമന്ത്രിക്ക് ഷോക്കോസ് നോട്ടീസ് നൽകിയിരിക്കുന്നത്. മുഖ്യമന്ത്രിക്ക് മാത്രമല്ല, ഒന്നാം കക്ഷിയായി ഇതിലുള്ളത് കിഫ്ബിയാണ്, രണ്ടാം കക്ഷിയാണ് KM എബ്രഹാം, മൂന്നാം കക്ഷി പിണറായി വിജയനാണ്, നാലാം കക്ഷിയാണ് ടി.എം. തോമസ് ഐസക്. ഇതിൽ 466 കോടി രൂപയുടെ ഫണ്ട് ഇടപാടുമായി ബന്ധപ്പെട്ടുള്ള കാര്യത്തിലാണ് ഫെമ ചട്ടലംഘനം ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. അതുമായി ബന്ധപ്പെട്ടാണ് നോട്ടീസ് നൽകിയിട്ടുള്ളത്. ഇതൊരു സ്വാഭാവിക നടപടിയാണ്. ഈ അഡ്ജുഡിയേറ്റിംഗ് കമ്മിറ്റിയിൽ 3 പേരാണ് ഉണ്ടാകുക. അവർ ഈ കിഫ്ബിയുടെയും അതോടൊപ്പം ഇഡിയുടെയും ഭാഗം കേൾക്കും. ഇഡിയുടെ ഭാഗം ഓൾറെഡി റിപ്പോർട്ടായി നൽകിയിട്ടുണ്ട്. ഇനി കേൾക്കേണ്ടത് കിഫ്ബിയുടെ ഭാഗമാണ്. കിഫ്ബിയുടെ ചെയർമാനാണ് മുഖ്യമന്ത്രി. ആ പശ്ചാത്തലത്തിലാണ് മുഖ്യമന്ത്രിക്ക് നോട്ടീസ് നൽകിയത്. ഈ നോട്ടീസിന്റെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രി നേരിട്ട് ഹാജരാകണമെന്ന നിർദ്ദേശമില്ല. പ്രത്യേകിച്ച് ഒരു ഫെമ കേസാണ്. അറസ്റ്റ് അടക്കമുള്ള നടപടിയിലേക്ക് പോകേണ്ട ഒരു സാഹചര്യവുമില്ല. അഭിഭാഷകൻ മുഖേന ഇതിന്റെ വിവരങ്ങൾ എന്താണ് കിഫ്ബിക്ക് പറയാനുള്ളതെങ്കിൽ ആ വിവരം അഡ്ജുഡിയേറ്റിംഗ് കമ്മിറ്റിക്ക് മുമ്പാകെ അറിയിച്ചാൽ മാത്രം മതി. അതിലൊരു തീരുമാനം കമ്മിറ്റി എടുക്കും. അതിനുശേഷം ആ തീരുമാനം കിഫ്ബിക്ക് എതിരാണെങ്കിൽ കിഫ്ബിക്ക് അത് ട്രൈബ്യൂണലിലോ ഹൈക്കോടതിയിലോ ചോദ്യം ചെയ്യാനുള്ള അവകാശമുണ്ട്. പക്ഷേ നിലവിൽ ഈ നോട്ടീസ് വന്നിരിക്കുന്ന സാഹചര്യമാണ് ഏറെ ശ്രദ്ധേയം. അത് കേരളത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്ന പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിലൊരു നോട്ടീസ് വന്നിരിക്കുന്നത്. അതാണ് ഇതിന്റെ രാഷ്ട്രീയമാനം വർദ്ധിപ്പിച്ചിരിക്കുന്നത്. ദിലീപ്, കിഫ്ബി മസാല ബോണ്ടുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ, മുൻ ധനകാര്യമന്ത്രി തോമസ് ഐസക്,
കിഫ്ബി സിഇഒ KM എബ്രഹാം തുടങ്ങിയവർക്ക് ED നോട്ടീസ് അയച്ചിരിക്കുകയാണ്. വിവരങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്ന് വിഷ്ണു സുരേഷ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.